ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ചൂടുകാലമല്ലേ, ഒരു അടിപൊളി മൊയ്ത്തോ ഉണ്ടാക്കിയാലോ? കടയിൽ നിന്നൊക്കെ മൊയ്ത്തോ വാങ്ങുമ്പോൾ നല്ല പൈസ കൊടുക്കണം അല്ലേ? എന്നാൽ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ മൊയ്ത്തോ തയ്യാറാക്കിയെടുക്കാം. ഞാൻ വാട്ടർമെലൺ കൊണ്ടാണ് ഈ മൊയ്ത്തോ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ വാട്ടർമെലൻ്റെയൊക്കെ സീസൺ ആണല്ലോ. ഈ ചൂടുകാലത്ത് വാട്ടർമെലനൊക്കെ കഴിക്കുന്നത് നല്ല റീഫ്രഷിംഗ് ആണ്. വരൂ, നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഞാൻ മൊയ്ത്തോ തയ്യാറാക്കുന്നതിനായി ഈ ഒരു വലുപ്പത്തിലുള്ള വാട്ടർമെലൺ പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഇതിൻ്റെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് കുരു ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇത് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു അളവിലുള്ള വാട്ടർമെലൺ 2 വലിയ ഗ്ലാസ് ജ്യൂസിനുള്ളതുണ്ടാവേ. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗറിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വാട്ടർമെലണിലുള്ള വെള്ളം ഉള്ളതുകൊണ്ട് നന്നായി അരഞ്ഞ് കിട്ടിക്കോളും. നമുക്കിനി ഇത് ഗ്ലാസ്സിൽ മൊയ്റ്റോ ആയിട്ട് സെറ്റ് ചെയ്യാം. ഞാൻ 2 വലിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കുറച്ച് ഐസ് ചേർത്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഐസ് എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഇനി വേണ്ടത് ലെമൺ സ്ലൈസ് ആണ്. 2 ഇതുപോലെ വട്ടത്തിലുള്ള ലെമൺ സ്ലൈസ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 3-4 ഫ്രഷ് പുതിനയില ഇതുപോലെ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ്സിലോട്ടും കൂടി ഒരു 4 ഇലയെ എടുത്തിട്ടുള്ളേ. കൂടുതൽ ചേർത്ത് കൊടുത്താൽ ഭയങ്കര മിൻറ്റിൻ്റെ ഫ്ലേവർ ആവും. അതുപോലെ വാട്ടർമെലനോടൊപ്പം ഈ മിൻറ്റ് ചേർത്ത് അരച്ചെടുത്താലും ഭയങ്കര മിൻറ്റിൻ്റെ ഫ്ലേവർ കുത്തലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിലിങ്ങനെ ഒന്ന് പിച്ചി ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച വാട്ടർമെലൺ ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നല്ല രീതിയിൽ വാട്ടർമെലൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കാവുന്നതാണ്, അതല്ലെങ്കിൽ കുറച്ചൊഴിക്കാം. ഞാൻ പകുതിയിലും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് സോഡയാണ്. ഈ സോഡ കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് പ്ലെയിൻ സോഡയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം 7up, മിറിൻഡ ഒക്കെ എടുക്കാവുന്നതാണ്. പ്ലെയിൻ സോഡയാണെങ്കിൽ മധുരത്തിൻ്റെ അളവ് കൂട്ടുകയും 7up, മിറിൻഡ പോലുള്ള മധുരമുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ വാട്ടർമെലൺ ജ്യൂസ് അടിക്കുമ്പോൾ ചേർക്കുന്ന ഷുഗറിൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ്. ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായി പതഞ്ഞ് പൊങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ഒഴിക്കുക. ഇത്ര ഒഴിച്ചു കഴിഞ്ഞ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ വാട്ടർമെലൺ മൊയ്ത്തോ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും നമുക്ക് മൊയ്ത്തോ തയ്യാറാക്കാം കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ വളരെയധികം വില കൊടുത്ത് വാങ്ങിക്കുന്ന ഈ മൊയ്ത്തോ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ചൂടുകാലത്ത് നമുക്കൊന്ന് റീഫ്രഷ് ആവാനും വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്